വീട്ടുകാരുടെ കുത്തുവാക്കിലാണ് ഞാൻ തളർന്നുപോയെന്ന്. വീട്ടുകാർ എന്ത് കുത്തുവാക്ക് പറഞ്ഞെന്നാണ് പറയുന്നത്? ഈ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയോട് പറയാനുള്ള, എടാ അഫ്സലേ, ഓടി രക്ഷപ്പെടടാ കുട്ടാ, ഇനിയും നീ ഇങ്ങനെ ഇതിന്റെ ബാക്കിൽ നിന്ന് കടിച്ചു തൂങ്ങാൻ നിൽക്കല്ലേ. ഇപ്പോൾ സീസൺ 6 ഇന്നലത്തെ എപ്പിസോഡിനകത്ത് വിഷുവായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഗബ്രിക്കും ജാസ്മിനും നല്ല രീതിക്ക് തന്നെ വിഷു കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ മെയിൻ അജണ്ട തന്നെ ഇവരുടെ രണ്ടുപേരുടെ ഡിഫൈൻ ചെയ്യാത്ത ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. കാര്യം ആളുകളെല്ലാം കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ ഇന്നലെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിലും നമുക്ക് ആർക്കും ഇതുവരെ അത് വ്യക്തമായിട്ടില്ല. കാര്യം എന്നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്ന ആളുകളെ സംബന്ധിച്ചോളം വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇത്രയേറെ ഹിൻറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റും ഇല്ല. കാര്യം ആദ്യം ഫാദർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ള പ്രൂഫുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഈ പറയുന്നതിന് കത്ത് കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജൻറ്റ് വന്ന് വെളിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നടന്നതിന് ശേഷം ഇപ്പോഴും മാറ്റം വരാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമായിരിക്കും മേ ബി. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സീക്രട്ട് ഏജൻറ്റ് പുറത്തുള്ള കാര്യം പറഞ്ഞതിന് ശേഷം മേ ബി ഷീ ഈസ് ഇമോഷണലി ഡൗൺ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് അഭിനയമായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് എൻ്റെ കിളി വിട്ടുപോയി. കാര്യം ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഗബ്രിയാണ് എന്നുള്ള രീതിയിലോട്ട് മാറിയിരിക്കുകയാണ്. കാര്യം പുറത്താണെങ്കിലും അകത്താണെങ്കിലും അതിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിലും ഗബ്രി നിൻ്റെ വായിൽ നിന്ന് നേരെ അല്ലാത്ത രീതിയിൽ, അതായത് ഒരു കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു കാര്യമില്ല, ഒരു നേരം ഒന്ന് പറയുന്നു മറ്റൊരു നേരം മറ്റൊന്ന് പറയുന്നു എന്നുള്ള രീതിയിലും, പിന്നെ പുറത്ത് പല വീഡിയോസ് ആണെങ്കിലും എല്ലാം ജാസ്മിൻ്റെ ഗെയിമിനെ ബാധിച്ചത് ഈ പറയുന്ന ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗബ്രി ആയിട്ടുള്ള അടുപ്പത്തിൽ ഗബ്രി കാണിച്ച ഒരു ഇൻറ്റിമസി ആണ് എന്നുള്ള രീതിയിൽ കുറ്റങ്ങൾ മൊത്തം ഗബ്രിയുടെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് കാണുന്നത്. എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് രണ്ടുപേരും ഈക്വലി പാർട്ടാണ്. കാര്യം ഒരിക്കലും ജാസ്മിൻ അതിൽ നിന്ന് ഒന്ന് അവോയ്ഡ് ചെയ്ത് മാറി നിന്ന് എന്നുണ്ടായിരുന്നെങ്കിൽ ഗബ്രി അടുക്കത്തില്ലാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഗബ്രിയെ അടുത്തു, അതിനൊക്കെ തന്നെ ജാസ്മിനും അടുത്തു. സോ രണ്ടുപേരും ഈക്വലി ഇതിനകത്തൊരു പാർട്ടാണ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളുടെ അകത്ത് പല കാര്യങ്ങളും ഇന്നലത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചതിലാണെങ്കിലും പറഞ്ഞതിലാണെങ്കിലും ഒക്കെ മിസ്സിംഗ് ആണ്. കാര്യം കഴിഞ്ഞ ദിവസം ഒരു രാത്രിയിൽ ജാസ്മിൻ കരയുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി പിറ്റേന്ന് മാറ്റി പറയുമെന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ. അതായത് ജാസ്മിൻ തിരിച്ച് ഈ പറയുന്ന ഗബ്രിയോട് ഐ ലവ് യു പറയുകയും തിരിച്ച് ഗബ്രി ഐ ലവ് യു ടു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരവിടെ രണ്ടുപേരും പ്രണയം കൈമാറിയതാണ്. പക്ഷേ എപ്പിസോഡിലോട്ട് വരുമ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. കൂടുതൽ ആളുകളും കാണുന്നത് ലൈവ് അല്ല, എപ്പിസോഡ്. ഇതൊക്കെ രാത്രി 2 മണിക്ക് 3 മണിക്ക് നടക്കുന്ന കാര്യമാണ്. നമ്മളെപ്പോലുള്ള ബിഗ് ബോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾ മാത്രം ഇതൊക്കെ കാണുന്നത്. ബിഗ് ബോസ് കാണുന്ന ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. സ്വാഭാവികമായിട്ട് അവർ തെറ്റിദ്ധരിക്കും ഗബ്രിയാണ് ഈ പറയുന്ന ജാസ്മിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ജാസ്മിന് തിരിച്ചില്ല എന്നുള്ള രീതിയിൽ തന്നെ പോകും. പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോഴത്തേക്ക് ജാസ്മിൻ ഒരു പെണ്ണല്ലേ, അപ്പം പുള്ളിക്കാരിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നാണക്കേടൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു കൺസിഡറേഷൻ ഏഷ്യാനെറ്റ് സൈഡിൽ നിന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾക്കും ആ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇന്നലത്തെ ദിവസത്തിൽ എല്ലാ കാര്യങ്ങളും ഇവർക്ക് തുറന്നു പറയാനുള്ള അവസരമാണ് ലാലേട്ടൻ കൊടുത്തത്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ടാണ്, നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ബന്ധം എന്താണ്, പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഉഴപ്പി പറഞ്ഞിട്ട് ആളുകളെ വീണ്ടും കൺഫ്യൂസ് ആക്കുകയാണ് ചെയ്യുന്നത്. പ്രേമമല്ല, പ്രേമത്തിന് മുകളിൽ വേറെന്തോ ആണ്, പക്ഷേ ഫ്രണ്ട്ഷിപ്പല്ല, പ്രേമം ആവാതിരിക്കാൻ ഞാൻ നോക്കുവാണ്. ഈ വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, കാര്യം വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഇവർക്കിപ്പോൾ പ്രേമമല്ല എന്ന് പറയുന്നുണ്ട്, പ്രേമമാവാൻ പോവുകയാണ് അല്ലെങ്കിൽ പ്രേമത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഈ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയോട് പറയാനുള്ള, എടാ അഫ്സലേ, ഓടി രക്ഷപ്പെടടാ കുട്ടാ, ഇനിയും നീ ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് കടിച്ചു തൂങ്ങാൻ നിൽക്കല്ലേ. നിൻ്റെ സ്റ്റാറ്റസും നിൻ്റെ പോസ്റ്റൊക്കെ കണ്ടായിരുന്നു, നിൻ്റെ വോയിസൊക്കെ കേട്ടായിരുന്നു. വെളിയിൽ വന്നിട്ട് ഫേസിൽ നോക്കി ചോദിച്ചിട്ട് ഇനി അഭിപ്രായം പറയാൻ, ഇനി എന്തു പറയാനാ? നിന്നെ പൊട്ടനാക്കിയില്ലേടാ. നിന്നെ മാത്രമല്ല, സിയാദിനെ പൊട്ടനാക്കി, മുന്നേ പൊട്ടനാക്കി, ഇപ്പം നിന്നെ പൊട്ടനാക്കി, നാളെതാ ഇപ്പം ഗബ്രിയേയും പൊട്ടനാക്കും. അതുകൊണ്ട് നീ ഇത് മനസ്സിലാക്കി. അവർക്കിടയിൽ ചിലപ്പോൾ മേ ബി ഈ പറയുന്ന ഗബ്രിക്കും ജാസ്മിനും ഇടയിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് കണ്ടിരിക്കാം, അല്ലെങ്കിൽ കാണാം. ഓക്കെ, നീ ഇനി അതിനിടയിൽ കിടന്ന് നീ വെഴുതാൻ നിൽക്കണ്ട, മാറിക്കൊടുക്ക്. അവരായി, അവരെ പാടായി. പിന്നീട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ബിഗ് ബോസിനകത്തുള്ള 100 ദിവസമല്ല ഇവരുടെ ജീവിതം. ജാസ്മിനെ എന്തെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കുക, നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല പറയുന്നത്, ഗെയിമിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഈ പറയുന്ന 100 ദിവസം കഴിഞ്ഞ് പുറത്ത് വന്ന് നിനക്കൊരു ഫാമിലി ഉണ്ട്, വാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, നിനക്കൊരു ജീവിതമുണ്ട്, നിനക്കൊരു സോഷ്യൽ മീഡിയ ലൈഫുണ്ട്, 4 ആളുടെ മുമ്പ് പുറത്തിറങ്ങി നിൽക്കേണ്ടതാണ്. നിനക്ക് എന്തുമാത്രം നാണക്കേടുണ്ടായിട്ടുണ്ടെന്ന് നീ എന്നെ ആലോചിച്ച് നോക്ക്. ഇതാരും പുറമെ പറഞ്ഞു പരത്തിയ കാര്യങ്ങളോ ഉണ്ടാക്കി പറഞ്ഞ കാര്യങ്ങളോ അല്ല, നീ ചെയ്തു വെച്ച കാര്യങ്ങളുടെ അകത്ത് മാത്രമുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. ഇപ്പം എൻ്റെ വാ അടപ്പിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന 10 പേരുടെ വാ അടപ്പിക്കാം.
പക്ഷെ 100 പേര്, 1000 പേര്, 10,000 പേര് നിനക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമൻറ്റുകൾ വഴിയായാലും, ഫോട്ടോസ് വഴിയായാലും, പോസ്റ്റ് വഴിയായാലും, വീഡിയോ ഇട്ടിട്ടായാലും. അതൊക്കെ ആരും പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതല്ല, അവർക്ക് അവരുടെ യുക്തിയിൽ തോന്നി അവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് വരാം. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് ഞാൻ കാണിക്കാം. കളറൊക്കെ മാറ്റി ചേഞ്ച് ചെയ്തായിരിക്കും ഞാൻ കാണിക്കുന്നത്. നമുക്ക് ആ ഒരു എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. കൂടെ നിൽക്കുന്നത് ഗബ്രിയുമായിട്ടുള്ള ഒരു എന്താണ് റിലേഷൻഷിപ്പിൽ ജാസ്മിൻ ഡിസ്റ്റർബ്ഡ് ആണോ? കാര്യം ജാസ്മിൻ കൺഫ്യൂസ്ഡ് ആണോ? ഗബ്രി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ ഗബ്രി എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എടി അതിപ്പം ഇങ്ങനെയാണ്, നിന്നെ ലൈക്ക് ട്രിഗർ ചെയ്യാണ്, ഇല്ലെങ്കിൽ നീ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗബ്രി പറയുന്നത് വിശ്വസിക്കണം. അത് ഞാൻ ഗബ്രിയെ കുറ്റം പറയില്ല, കാരണം എന്റെ മൈൻഡ് എന്റെ കയ്യിലില്ല. ഞാൻ ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കണം. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പലരും നോക്കും. ഗബ്രി അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ടോ ഗബ്രി? ഇല്ല. അതായത് ഒരു പ്രാവശ്യം അവരുടെ അടുത്ത് പറയുന്ന ആയിരിക്കില്ല ഗബ്രി പിന്നീട് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവർ പറയുന്നത് എന്നാണോ ജാസ്മിൻ? ഇപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, അപ്പം എന്റെ മനസ്സിൽ കയറിയിരിക്കുന്ന ഒരു സാധനം വേറെയാ. അപ്പൊ അവന്റെ അടുത്ത് പറയുന്നുണ്ട് അത് അങ്ങനല്ല. അപ്പൊ എനിക്ക് ഇവനെ വിശ്വസിക്കണോ, എന്റെ മനസ്സ് പറയുന്നത് വിശ്വസിക്കണോ? ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ വെറുതെ ചോദിക്കാണ്. ഗബ്രി പറയാണ് ജാസ്മിൻ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും അതിൽ ഉദ്ദേശിക്കുന്നത്? അത് ലവ് ആണോ, അതോ പിന്നെ വെറുതെ ഇഷ്ടമാണോ, അതോ റൊമാൻസ് ആണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നു. കുറച്ച് കഴിയുമ്പോൾ അയാൾ പറയുന്നത് എനിക്ക് അതൊന്നും അല്ല, നിങ്ങൾ വേറൊരാൾ പോലെയാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും ഡിസ്റ്റർബ്ഡ് ആവുന്നു. അങ്ങനെ ഒരു മാനസികമായ ഒരു പിരിമുറുക്കത്തിലേക്ക് ഗബ്രി കൊണ്ടുപോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ലവിലോ അല്ലെങ്കിൽ ഇഷ്ടത്തിലോ ഒന്നും മാനസിക പിരിമുറുക്കോ അങ്ങനൊന്നും എനിക്കില്ല. ഓക്കെ, ഗബ്രി അങ്ങനെ അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ടോ? കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. എന്റെ ശ്രമം കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാനാണ്. കാരണം ആദ്യത്തെ ആഴ്ച തൊട്ട് ജാസ്മിൻ ഇവിടെ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജാസ്മിൻ പല കാര്യങ്ങളിലും പണ്ട് ട്രിഗർ ആവാത്ത ഒരാളായിരുന്നു. അതായത് ഞാൻ ചോദിക്കാൻ കാരണം ഒരുപാട് എന്റെ മാത്രമല്ല പ്രേക്ഷകർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. ഇവർ തമ്മിൽ എന്ത് റിലേഷനാണ്? ആ റിലേഷൻഷിപ്പിൽ തന്നെ ഗബ്രി പറയുന്നതിൽ ഭയങ്കരമായ വൈരുദ്ധ്യങ്ങളുണ്ട്. വൈരുദ്ധ്യങ്ങൾക്ക് കാരണമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ക്ലാരിറ്റി ഞാൻ കൃത്യമായിട്ട് ജാസ്മിൻ എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം, രണ്ടുപേരും ഇരിക്കും. കാര്യം എന്താ, ഇത് വന്ന ആൾക്കാരൊക്കെ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളെയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുന്നു. നിങ്ങൾ മാറിയാൽ രണ്ടുപേർക്ക് കളിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് പോലും ഗബ്രിയെ പോയിന്റ് ഔട്ട് ചെയ്ത് ഗബ്രിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാത്തത്. അല്ലെങ്കിൽ ഗബ്രിയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗബ്രി ഇത് ഒരു നേരം ഒന്ന് പറയുന്നു, മറ്റൊരു നേരം മറ്റൊന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ ഗബ്രിയുടെ മണ്ടയ്ക്ക് വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആദ്യം മുതലേ ഗബ്രി ഇവളെ മുമ്പ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുന്നത് തൻ്റെ പ്രണയം തന്നെയാണ്. ഇഷ്ടം പ്രേമമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്ക് നിന്നോട് പ്രണയമാണ്, നിന്നെ ഇഷ്ടമാണ്, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല, നീ എൻ്റെ വാപ്പാണ്, ഉമ്മാണ്, അനിയത്തിയാണെന്നൊക്കെ പറയുന്നതൊക്കെ പ്രണയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ കാണുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ മൊത്തം കാണുന്നത്. പക്ഷേ ഇപ്പോഴും ഗബ്രിയെ കുറ്റക്കാരനാക്കിയിട്ട് ഈ പറയുന്ന ജാസ്മിനെ സേവ് ആക്കാനായിട്ടാണ് നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അഭിപ്രായങ്ങളൂടെ കേൾക്കാം ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. നമ്മൾ പറയുന്ന മാത്രമല്ല, ഇതിനകത്തുള്ള വൈൽഡ് കാർഡ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് നമുക്കറിയണ്ടേ. അതൊന്ന് കണ്ടു കളയാം. നമുക്ക് കാര്യങ്ങൾ കണ്ടു, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ അഭിപ്രായത്തില് അതായത് ഇവർക്കൊരു നെയിം കൊണ്ടുവരാൻ പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പില്. അപ്പോൾ എന്നിട്ട് ഇവരെന്നെ പറയുന്നു ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. എന്നാൽ ഫ്രണ്ട്സ് ആണോ ചോദിക്കുമ്പോൾ അവർ അറിയില്ല. എന്നത് ലവ് ആണോ അതും അറിയില്ല. ഒരു ക്ലാരിറ്റി ഇവർക്ക് തന്നെ ഇല്ല. അത് ഇവർ അത് അങ്ങനെ ആക്കി തീർക്കുകയാണോ, പ്രേക്ഷകരെ പറ്റിക്കുകയാണോ എന്നുള്ളൊരു തിങ്കിങ് ആണ് എനിക്ക്. പിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവിടെ നിന്ന് കുറെ സംഭവം വേറൊന്നുമല്ല. ഇവർക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. ഇവർക്ക് ഇവരുടെ പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വെളിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് ഇവരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിർത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരാളുടെ വ്യൂ ഓഫ് പോയിന്റ് കാണാം. കുറെ കൺഫ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ജിൻഡോയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ തുറന്നുള്ള അഭിപ്രായം പറയാം. ജീവിച്ച ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ ഡൈവേഴ്സ് ആണ് നിലവിൽ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ എൻ്റെ എക്സ് വൈഫിനോട് ഞാൻ വൈഫായിരിക്കുന്ന സമയത്ത് ഇരുന്ന് പറയുന്ന കാര്യങ്ങളാണ് ഗബ്രി ഇരുന്ന് പറയുന്നത്. അതായത് ഞാൻ എൻ്റെ ബാപ്പയാണ്, ഉമ്മയാണ്, ഫ്രണ്ടാണ്, വൈഫാണ്, കാമുകിയാണ്. ആ സ്റ്റേറ്റ്മെന്റാണ് നമ്മളെല്ലാവരെയും ഈ നാട്ടുകാരും. എനിക്ക് പറയാനുള്ള സെയിം പോയിന്റ് തന്നെയാണ് ജിൻഡോയും പറഞ്ഞിരിക്കുന്നത്. കാര്യം ഒരു പ്രണയം ഉണ്ടാവുന്നതിനിടയിലാണ് സത്യം പറഞ്ഞാൽ കമിതാക്കൾ പറയുന്നത് നീ എൻ്റെ എല്ലാമാണ്, നീ എനിക്കെൻ്റെ ഫ്രണ്ടാണ്, നീ എനിക്കെൻ്റെ കാമുകനാണ്, നീ എനിക്കെൻ്റെ അച്ഛനാണ്, അമ്മയാണ് എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ആരും പറയത്തില്ല. ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരെ നിങ്ങളായാലും പറഞ്ഞിട്ടുണ്ടോ എടാ അളിയാ നീ എൻ്റെ അച്ഛനാണ്, നീ എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറയത്തില്ല. കാമുകന്മാരുടെ ഇടയിൽ മാത്രമാണ് ഈ ഒരു ടോക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയൂടെ. നമുക്ക് മറ്റൊരാളുടെ അഭിപ്രായം കാണാം. ഞാൻ ഇന്ന് കഷായം കൊടുത്തു കഴിഞ്ഞിട്ട് ക്ലാരിറ്റി ഇല്ലാത്ത, ഡെഫിനിഷൻ ഇല്ലാത്ത ഒരു റിലേഷൻ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞു പോകുമ്പോൾ തന്നെ എനിക്കൊരു മറുപടി വന്നു. എനിക്ക് ഇമോഷണലി ഞാൻ ഡൗൺ ആവുന്ന സമയങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗബ്രിയാണ് എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെഫിനിഷൻ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് നമുക്ക് റിയൽ വേൾഡിൽ വേണമെങ്കിൽ പോടാ പുല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒഴിവാക്കി നമുക്ക് നടന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ജനങ്ങൾ കാണുന്ന, ജനങ്ങളുടെ വോട്ട് കൊണ്ട് സർവൈവ് ചെയ്യുന്ന ഒരു സ്ഥലത്ത്
നമ്മൾ അങ്ങനെ അത് ഒട്ടും മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ എക്സാക്ട് പോയിന്റ് ആണ് പറഞ്ഞത്. സീക്രട്ട് ഏജന്റ് പറഞ്ഞ എക്സാക്ട് പോയിന്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഇടയിലുള്ള അത് എന്താണ് എന്നുള്ളത് പുറത്തറിയാത്തിടത്തോളം കാലം ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഈ ജനങ്ങളുടെ വോട്ട് കണ്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഷോടകത്ത് ഇവർ ഇതുവരെ എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ. പക്ഷേ സീക്രട്ട് ഏജന്റ് കൊണ്ടിട്ട് കൊടുത്ത ആ ഒരു പോയിന്റ്, അതായത് വെളിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വെളിയിൽ സീനാണ് എന്നുള്ളത് കൊണ്ടിട്ടത് മേ ബി ഗെയിം പ്ലാൻ ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ അബദ്ധം പറ്റിയതായിരിക്കാം. എന്താണെങ്കിലും ശരി, ഇത് ഈ ഗെയിമിൻ്റെ രീതിയെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. കാര്യം അതുകൊണ്ടാണ് ലാലേട്ടൻ വരെ വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരു സംസാരിക്കേണ്ടി വന്നത്. മാത്രമല്ല, എനിക്ക് മനസ്സിലായിടത്തോളം ഈ പറയുന്ന ഗബ്രിയെയും ജാസ്മിനെയും കൊണ്ട് പ്രണയിപ്പിക്കുക, കണ്ടന്റ് ഉണ്ടാക്കിക്കുക എന്നുള്ളത് ഈ പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ഒരു അജണ്ടയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം നമ്മളെല്ലാവരും പറയുന്നതിന് മുന്നേ പോലും ഇവർ രണ്ടുപേരും കൈപിടിച്ചിരിക്കുന്നതൊക്കെ ക്ലോസ് ഷോട്ടായിട്ട് ഏഷ്യാനെറ്റിലാണ് ആദ്യം വന്നത്. പ്രൊമോ ആയിട്ടും അല്ലെങ്കിൽ എപ്പിസോഡായിട്ടൊക്കെ വന്നത് ഏഷ്യാനെറ്റ് വഴിയാണ്. പല കാര്യങ്ങളും പുറത്ത് വിടുന്നത് ഏഷ്യാനെറ്റാണ്. അല്ലെങ്കിൽ ഇവരെ ഹൈഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത് എഡിറ്റഡ് ഷോ അല്ലേ, അപ്പോൾ ഈ എഡിറ്റഡിനകത്ത് പല കാര്യങ്ങളും അവർക്ക് ഹൈഡ് ചെയ്യായിരുന്നു. അവർ ഹൈഡ് ചെയ്യാണ്ട് ഇതെല്ലാം ജനങ്ങളെ കാണിക്കുന്നത് നമ്മളത് റിയാക്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അല്ലേ. നമുക്ക് അടുത്തൊരാളുടെ ഒപ്പീനിയൻ കേൾക്കാം. ഒരിക്കൽ ഞാൻ ഗബ്രിയോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യമായിട്ട് ഈ അടുത്ത റീസെന്റ് ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഗബ്രിയോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ അവളെ, ഇവിടെ വെച്ച് പറഞ്ഞില്ലെങ്കിലും പുറത്ത് പോയിട്ട് നീ ആ കുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഗബ്രി എന്നോട് പറഞ്ഞൊരു ആൻസർ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമാണ് അവളെ, പക്ഷേ എന്റെ ഫാമിലി, ലാസ്റ്റ് എന്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ഫാമിലിയിൽ അവർക്ക് കുറേ കോൺസെപ്റ്റ് ഉണ്ട്, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ കാസ്റ്റ്, റിലീജിയൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജാസ്മിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ആ ഒരു ഇതിലേക്ക് പോവില്ല എന്നാണ് ഗബ്രി എനിക്ക് തന്ന മറുപടി. അതിനുശേഷം ഇന്നലെ രാത്രിയും സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും, കൂടുതലും ജാസ്മിനാണ് എന്നോട് പറഞ്ഞത്, എനിക്കൊരിക്കലും ഈ ഒരു സൗഹൃദം ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ഗബ്രി ഇഷ്ടമാണ്, ഗബ്രിയെ മനസ്സിലാക്കാൻ പറ്റും, തിരിച്ച് ഗബ്രി എന്നെ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് ജാസ്മിനും തിരിച്ച് ആ ഒരു സൗഹൃദം വേണം. ഈ ഒരു തെറ്റിൽ ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കാരണം അപ്സര, ഞങ്ങൾ പറയുന്നത് ഒരിക്കലും കുറ്റമല്ല. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, എല്ലാം, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ആർക്കും. പക്ഷേ ഒരാൾ അതിൽ സഫർ ചെയ്യാതെ കളിക്കണം, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത് ഏത് രീതിയിലായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാര്യം ഒരു ഗെയിമിന് പോയാൽ നല്ല 2 പേർ അവർ കളിച്ച് മുന്നോട്ട് പോകണം, അതിന് വേറെ തടസ്സങ്ങളായി മാറരുത്. ഞാൻ ഇതേ കാര്യം ഗബ്രിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാർ, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും ജാസ്മിന്റെ നാവ് ഗബ്രി ആവാതിരിക്കുക, അതുകൊണ്ടാണ് മറ്റുള്ളവർക്കൊക്കെ അത് ഫീൽ ചെയ്യുന്നത്. അൻഷിബ, ഗബ്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ജാസ്മിൻ തന്നെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കൺഫ്യൂഷൻ. എക്സാക്ട് പോയിന്റ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച എക്സാക്ട് പോയിന്റ് ആണ് അൻസിബ ചോദിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ജാസ്മിൻ ഇതിനകത്ത് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പിന്നീട് ഈ പറയുന്ന അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ആലോചിച്ച് അതിൽ ടെൻഷൻ ആവേണ്ടേ, കരയേണ്ടേ, അല്ലെങ്കിൽ അതിൽ ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിലൊരു എക്സാക്റ്റ് ആയിട്ട് ഒറ്റ പോയിന്റ് പറയാം, ഞാൻ വെളിയിൽ കമ്മിറ്റഡ് ആണ്, നീ എൻ്റെ ഫ്രണ്ടാണ്, നീ എൻ്റെ ബ്രദർ പോലെയാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു ആർജവം ഈ പറയുന്ന ജാസ്മിൻ കാണിക്കുന്നില്ല. മേ ബി ഇത് ഗെയിം പ്ലാനിൽ ഈ പറയുന്ന ഗബ്രിയെ പറ്റിച്ച് വിന്നർ ആവുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വെളിയിലുള്ളവരെ പറ്റിച്ചിട്ട് ഗബ്രിയോടൊപ്പം ജീവിക്കുക എന്നുള്ളതായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതാണ് പോയിന്റ്. വെളിയിലൊരാൾ കമ്മിറ്റഡ് ആണ് എന്നെങ്കിൽ പോലും ജാസ്മിൻ അത് തുറന്നു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. സോ ഷീ ഈസ് ഫ്ലേർട്ടിങ്, അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഇനിയിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ ലാസ്റ്റ് ചോദിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ, പക്ഷേ ഈ ഒരു എക്സ്പ്ലനേഷനിൽ എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. സത്യം പറയാല്ല, ഇതിനകത്ത് ജാസ്മിൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ മനസ്സിലായിട്ടുള്ള ആളുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക. ആവശ്യമില്ല. ഗബ്രി കാരണം അല്ല ഞാൻ വീക്കാവുന്നത്. ലാലേട്ടൻ, ഞാൻ പ്രേക്ഷകരോടാണ് പറയുന്നത്, ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട്, അത് പ്രണയത്തിൽ എത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ബിക്കോസ് അത് ഞങ്ങളുടെ സ്റ്റാൻഡാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇവിടെ ആരൊക്കെയോ പറഞ്ഞു ഇതിനകത്ത് വന്നപ്പോൾ ഞങ്ങളുടെ ഗെയിം പ്ലാൻ ആണ്, ഒരു ദിവസം കൊണ്ട് ബിൽഡ് ആയതാണോ അതാണോ എന്നൊക്കെ. അല്ല, ഒരു ദിവസം കൊണ്ട് ബിൽഡ് ആയതല്ല. ഒരു ദിവസം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളൊരു ജസ്റ്റ് സൗഹൃദത്തിൽ എത്തിയതേ ഉള്ളൂ. അത് ഡേ ബൈ ഡേ ഓരോ ആൾക്കാരുടെ പെരുമാറ്റത്തിൽ നിന്നും, അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങൾ ചിന്തിക്കുന്നത് ഒരുപോലെ ആവുന്നത് കൊണ്ട്, ചിലപ്പോൾ ഒറ്റപ്പെടൽ കിട്ടുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈ പിടിച്ച് ഇവിടെ ഞാൻ നിനക്കുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞ് ഓരോ ദിവസം കൂടുന്തോറും ആ സ്നേഹവും കണക്ഷനും കൂടി ഓരോ ദിവസം കൂടുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് അവനോട് പ്രണയത്തിൽ എത്താതെ ഞാൻ പിടിച്ചു നിർത്തുകയാണ്. അതിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, അതിന്റെ പേര് സിറ്റുവേഷൻഷിപ്പ് എന്ന് ഞാൻ പറയില്ല. കാരണം സിറ്റുവേഷന് വേണ്ടി ഞാൻ അവനെ മുതലാക്കുന്നതോ എടുക്കുന്നതോ അല്ല. തിരിച്ചും അവൻ അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അവൻ ഈ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നത് എനിക്കിതിന് ഇഷ്ടമാണ്, കാരണം അവന് പറയാൻ പറ്റുന്നില്ല എന്താണെന്നുള്ളത്. അവൻ ഇപ്പൊ ഇവർ പറയുന്നു ഞങ്ങൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഞങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി, ഞങ്ങളെപ്പറ്റി ഇത് സംസാരിക്കരുതേ എന്നുള്ള അപേക്ഷയെ ഞങ്ങൾക്കുള്ളൂ. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് പ്രേക്ഷകരിൽ തെറ്റിദ്ധാരണ എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു തെറ്റിദ്ധാരണയിൽ എത്തുന്നു എന്നുള്ളത്. അതിനുള്ള റിപ്ലൈ ആണ് എനിക്ക്. ഞങ്ങൾ തമ്മിൽ ഇവിടെ വന്നിട്ട് ഉള്ള പരിചയമാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല.
എനിക്ക് ഇവനോട് ഭയങ്കര സ്നേഹമുണ്ട്, അത് പ്രണയമാകാതെ ഞാൻ നോക്കും, എന്റെ മാക്സിമം ഞാൻ നോക്കും, അതെന്റെ ഇഷ്ടമാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവനിന്ന് എത്ര മാറി നിൽക്കാൻ നോക്കിയാലും എന്നെ കൊണ്ട് അത് കഴിയുന്നില്ല. ഞാൻ മാറി നിൽക്കുമ്പോൾ ഇവന്റെ മുഖം കാണുമ്പോഴോ അല്ലെങ്കിൽ എന്റെ മനസ്സിനോ എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. എന്തായാലും അവനല്ല എന്റെ വിഷമത്തിന് കാരണം. ജാസ്മിനെ, നിനക്ക് ഉളുപ്പുണ്ടോ? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. നിനക്ക് ഉളുപ്പുണ്ടോ? ഇതൊരു സിറ്റുവേഷൻഷിപ്പ് അല്ല, ഇതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല, എങ്കിൽ ഇതൊരു പ്രണയമാണോ? അതും പറയുന്നില്ല. അത് പറയുന്നില്ല. ഇത് പ്രണയമല്ല എന്ന് ജാസ്മിൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഫ്രണ്ട്ഷിപ്പും അല്ല, സിറ്റുവേഷൻഷിപ്പും അല്ല. ഓക്കെ, ഇത് പ്രണയമല്ല എന്നുകൊണ്ട് പറയുന്നില്ല. അവനില്ലാണ്ട് പറ്റുന്നില്ല. നോക്കി, അവൻ്റെ അവിടെ എനിക്ക് ഇരിക്കാണ്ട്, അവനെ കാണാണ്ട്, അവനോട് ബിഹേവ് ചെയ്യാണ്ട് അല്ലെങ്കിൽ അടുക്കാണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതും ജാസ്മിൻ പറയുന്നുണ്ട്. അതിനുള്ള അർത്ഥം എന്തുവാ? വെളിയിൽ കമ്മിറ്റഡ് ആയിട്ട് ഒരു പയ്യന് വാക്കും കൊടുത്തിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് അകത്ത് കയറി വന്ന് 100 ദിവസം കിട്ടിയപ്പോഴത്തേക്ക് ആ 100 ദിവസത്തിനകത്ത് ഒറ്റപ്പെടലുണ്ടായി. അതിനകത്ത് കൂടെ നിൽക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു പയ്യനോടെ പോകുന്നതാണോ നിന്റെ അന്തസ്? അതാണോ എൻ്റെ സ്വഭാവം? അപ്പോൾ നാളെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും ഒന്ന് ഇതിനൊക്കെ വിഷമം വരുന്ന സമയത്ത് കൂടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ആളുടെ പോകും. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന സിയാദിനോടൊപ്പം നിന്നപ്പോഴത്തേക്ക് മുന്നക്ക കുറച്ച് അടുപ്പം കാണിച്ചാൽ മുന്നക്കാടെ പോയി, മുന്നക്കാട് നിന്നപ്പോൾ അഫ്സൽ കുറച്ച് അടുപ്പം കാണിച്ചാൽ അഫ്സലിനോടെ പോയി. അത് കഴിഞ്ഞിട്ട് അഫ്സൽ ഈ പറയുന്ന കണക്ക് ഗബ്രി കുറച്ച് അടുപ്പം കാണിച്ചപ്പോൾ ഗബ്രിയുടെ പോയി. കൊള്ളാം, എന്തായാലും കൊള്ളാം. ഇതായിരിക്കും ഇതിനെയൊക്കെയാണോ ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പായി ഉമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് 100% ഉറപ്പാണ്. ഇതെല്ലാം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പായി ഉമ്മയൊക്കെ നെഞ്ച് പൊട്ടി തകർന്നിരിക്കുവാണ്. എത്രയൊക്കെ ചിരിക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ മറ്റുള്ളവരുടെ മുമ്പ് അഭിനയിക്കാൻ ശ്രമിച്ചാലും ഉള്ളുകൊണ്ട് ഓരോ നിമിഷവും അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല, ഈ പറയുന്ന അഫ്സലും. കാരണം ഇത്രയും പേരെ വെറുപ്പിച്ചിട്ട് പല വിഷയങ്ങൾ ഇതിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. പലരെയും വെറുപ്പിച്ചിട്ട് ഈ പറയുന്ന ജാസ്മിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിന്ന ഈ പറയുന്ന അഫ്സൽ കരയാണ്, ഓരോ മിനിറ്റിലും കരയാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇനി ഈ ഒരു സംസാരം കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ലാലേട്ടന് പറയുന്നുണ്ട് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന്. നമ്മൾ ക്ലിയർ ആയിട്ടില്ല. ജാസ്മിൻ എന്താണ് ഉദ്ദേശിച്ചത് ക്ലിയർ ആയിട്ടില്ല ഇതുവരെയും. ഇത് പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പാണോ എന്താണെന്ന് ക്ലിയർ ആയിട്ടില്ല, കൺഫേംലി ക്ലിയർ ആയിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അകത്ത് കയറിയിട്ട് ഈ പറയുന്ന ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഗബ്രി, എനിക്കറിയാം ഗബ്രി പുറത്തുനിന്ന് കാണുന്നവരെ കഴിയും, ഇപ്പൊ അവര് കാണുന്ന ഒരു വിഷ്വല. എനിക്ക് നിന്റെ നിന്ന് കിട്ടുന്നത് ആ ഇമോഷണൽ ഫീലിംഗാ, കണക്ഷനാ. അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഗബ്രി, എനിക്ക് എൻ്റെ ഇന്ന് നിനക്ക് കിട്ടുന്നത് അതാ. നീ ഇങ്ങനെ പറയല്ലേ ഗബ്രി, പ്ലീസ്. എന്തിനാ നീ ചെയ്യുന്നേ? ആരെ പേടിച്ച്, ആരെ ബോധിപ്പിക്കാൻ? ഇതിൽ നിനക്ക് എന്ത് കിട്ടുമെന്ന ഞാൻ നേരെ കളിക്കുന്നത്. ഞാൻ നേരെ കളിക്കാത്തത് എൻ്റെ ഫാമിലിയും ഇവരുടെ ഈ കുത്തുവാക്കുകളും കാരണം ഞാൻ തളർന്നു പോയതാ. സായി വന്ന് പറഞ്ഞതിന് ഞാൻ തളർന്നു പോയതാ. പക്ഷെ ഞാൻ നേരെ കളിക്കും. എനിക്ക് ഇച്ചിരി സമയം തന്നാൽ മതി, ഞാൻ നേരെ ആവും. ഗബ്രി പ്ലീസ്, ഗബ്രി പ്ലീസ്, ഗബ്രി പ്ലീസ്. ഞാൻ കാരണം ഞാൻ ഡിസിഷൻ എടുക്കല്ലേ ഗബ്രി, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഗബ്രി ഞാൻ പറയട്ടെ, ഓക്കെ ഞാൻ പറയട്ടെ. എന്തിനാ ഇപ്പം ഇങ്ങനെ പറയുന്നത്? ഒന്നുമില്ല ഗബ്രി, എന്നെ നോക്ക്, എന്നെ ഒന്ന് നോക്കടാ. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യത് കണ്ടിട്ട്. സ്വന്തം തന്ത ബ്ലോക്ക് വന്ന് ഇപ്പൊ പോവോന്ന് പറഞ്ഞ് അവിടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഇവള് കരഞ്ഞിട്ടില്ല. ഒരു ക്യാമറയുടെ മുമ്പ് കരയാണ്ട് ലിപ്സ്റ്റിക്ക് വിട്ട് ആണിഞ്ഞൊരുങ്ങി നടന്നോളാം അവള്. എന്നിട്ട് ഇപ്പൊ ഗബ്രി പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുതലക്കണ്ണീർ ഒലിപ്പിച്ച് തേരാ പാല മൂക്കളെ വിളിച്ച് കിടക്കുന്നവള്. ഇതൊക്കെ താങ്ങാൻ നടക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് നിന്നോടൊക്കെ പുച്ഛം തോന്നുന്നത്. എന്നിട്ടും നിങ്ങൾ പറയുന്നത് കേട്ടായിരുന്നാ? ഗബ്രി പോവെന്ന് പറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ വിഷമം. എന്നിട്ട് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വീട്ടുകാരുടെ കുത്തുവാക്കിലാണ് ഞാൻ തളർന്നു പോയെന്ന്. വീട്ടുകാർ എന്ത് കുത്തുവാക്ക് പറഞ്ഞെന്നാണ് പറയുന്നത്? ഇനി സായി വന്ന് പറഞ്ഞതാണോ? ഇത്രയും വീട്ടുകാരെ വിശ്വാസമുള്ള ജാസ്മിൻ അല്ലേ ഒരു ഷോയിൽ വന്നിരുന്നു സ്വന്തം ഫാമിലിയെ പറ്റി പറയുന്നതാണ്. വീട്ടുകാരുടെ കുത്തുവാക്കിലാണ് ഞാൻ തളർന്നു പോയെന്ന്. ഏറ്റവും കൂടുതൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഇത് മാറ്റി പറയുന്നത്. അല്ലാതെ അവിടെയുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം അതിൽ തളർന്നു പോയതല്ല. ഈ പറയുന്ന വീട്ടുകാരുടെ കുത്തുവാക്കിലാണ് ജാസ്മിൻ തളർന്നു പോയത്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ പ്രൊമോ ആണ്. ജാസ്മിൻ ടോട്ടലി വീക്കായിട്ടുണ്ട്. അതായത് ഗബ്രി പോവെന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങി. ഗബ്രിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി. ഗബ്രി ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ചത്ത കോഴിയെ പോലെ ഇരിക്കുവാണ്. അത് കണ്ടിട്ട് ജാസ്മിൻ സഹിക്കുന്നില്ല. ജാസ്മിൻ ഭയങ്കരമായിട്ട് തന്നെ ജിൻഡോടടുത്ത് ആ ദേഷ്യം തീർക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാലം നടക്കുവാണ്. ഈ ഒരു പെങ്കൊച്ച് എന്താണ് കാണിക്കുന്നതിനകത്ത് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരെയും നാണം കെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ഫാമിലിയെയും സ്നേഹിക്കാൻ പോയ പയ്യനെയും കൂട്ടുകാരെയും അല്ലെങ്കിൽ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി എന്ത് എക്സ്പ്ലനേഷനാണ് പറയാനുള്ളത്? ചില ആളുകളൊന്നും എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ജാസ്മിനെ പോലെ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ മോഹിക്കാത്ത പയ്യന്മാരില്ല, അതുകൊണ്ട് അവർ ബാക്കിൽ നിന്ന് നടന്നിട്ടാണ് ജാസ്മിൻ്റെ ബാക്കിൽ നിന്ന് പോയത്. ജാസ്മിൻ്റെ കുറ്റമല്ല, നിങ്ങൾക്ക് ജാസ്മിനെ കിട്ടാനുള്ള അല്ലെങ്കിൽ ജാസ്മിനെ കെട്ടാനുള്ള ഒരു ടാലൻറ്റും ഇല്ലാത്തവരാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറയുന്നുണ്ട്.
ആ കമന്റ് ഇടുന്നവരൊന്ന് ആലോചിക്കുക, ഇവന്മാരാരും ജാസ്മിൻ്റെ ബാക്കിൽ നിന്ന് പോയതല്ല, ഇവന്മാരുടെ ബാക്കിൽ നിന്ന് പോയതാ. അത് കൃത്യമായിട്ട് പല വീഡിയോകളിലും തെളിവ് സഹിതം എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് ഞാൻ. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇത് ജാസ്മിനെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ജാസ്മിനെ അടിച്ചാക്ഷേപിച്ച് എൻ്റെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങൾ ഇട്ട് പറയുന്നതല്ല. 24/7 ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ നടക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന് പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ, അതിൽ നിന്ന് ജാസ്മിൻ കാണിച്ച കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് പറയുന്ന നമ്മൾ കുറ്റക്കാർ, ചെയ്യുന്ന ആളിൽ കുറ്റക്കാരല്ല. നമ്മൾ പച്ച മാംസം കൊത്തി വലിക്കുന്നവരാണേ, സമ്മതിച്ച്. ഓക്കെ, ഇനി ആ ഒരു എപ്പിസോഡിൻ്റെ പ്രമോടെ കാണിച്ചു തരാം. ഏഷ്യാനെറ്റിൻ്റെ റൂൾസിന് പോലും എഗനസ്റ്റ് ആയിട്ട് ഇത്രയും ഗെയിം കളിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇന്നുവരെ ഇല്ല. വെളിയിൽ നിന്നുള്ള സപ്പോർട്ടുകൾ കിട്ടുന്നത്, മൈക്ക് മാറ്റി വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അസഭ്യമായിട്ടുള്ള വാക്കുകൾ പറയുന്നത്, എന്നിട്ടും ഏഷ്യാനെറ്റ് എന്തിനു വേണ്ടി ഈ പറയുന്ന ജാസ്മിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. കപ്പ് കൊടുക്കാനായിരിക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നോറയൊക്കെ കരയുമ്പോഴത്തേക്ക് ഭയങ്കര വീക്ക് കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ കഴിഞ്ഞ ഒരാഴ്ച കരയാത്ത ഒരു ദിവസവും ഇല്ല. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ എനിക്ക് മനസ്സിലായ അപ്ഡേറ്റുകൾ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, അപ്സലെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നീ ഓടി രക്ഷപ്പെട്ടോ മോനെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.